അതിർത്തിയിൽ നിന്നുള്ള മനോഹരമായ ചില കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ഡാൽ ലേക്കും ഈ പറയുന്ന ലാൽ ചൗക്കും അവിടെയുള്ള നമക്കീൻ ചായയും ഒക്കെ. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്തവർ തിരികെ നാടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. കമ്പിളിയും വസ്ത്രങ്ങളും തോളിലേന്തിയ ഗ്രാമീണർ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് കാശ്മീരിലെ ഉറിയിൽ കാണുന്നത്. ഉറിയിൽ നമ്മൾ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. അവിടെ ഷെല്ലുകളും തകർന്നു കിടക്കുന്ന വീടുകളും നാമാവശേഷമായ കടകളും ഒപ്പം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്യാസും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിലെ ഷെല്ലാക്രമണത്തിനിടെ ജീവനും കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ട അനുഭവം ഭീതിയോടെയാണ് ഗ്രാമവാസികൾ റിപ്പോർട്ടറിനോട് പങ്കുവച്ചത്. ഉറിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. സമാധാനം തിരികെ വരുന്ന നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ. ഉറിയിലാണ് റിപ്പോർട്ടർ സംഘമുള്ളത്. അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ജീവരക്ഷാർത്ഥം ശ്രീനഗറിലേക്കും ബാരാമുള്ളയിലേക്കും യാത്ര ചെയ്തവർ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതാണ് കാഴ്ചയിലുള്ളത്. അവരുടെ ഷെയർ ടാക്സികളാണ് ഇതൊക്കെ. ഇതിലൊക്കെ തിരികെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ്. ജീവരക്ഷാർത്ഥം ഈ പാകിസ്ഥാൻ ഷെൽ പതിച്ചതുകൊണ്ടുതന്നെ ആളുകൾ രക്ഷപ്പെട്ടു പോയതാണ്. അവരോട് സംസാരിക്കാം. उस वक्त बहुत ही क्रिटिकल कंडीशन थी, तो जिसकी वजह से हम यहाँ से भाग के चले गए सैफरिया श्रीनगर में. तो अब तो बेहतर कंडीशन लग रही है, तो इसलिए हम वापस आ गए यहाँ. इतनी बैड कंडीशन थी कि बहुत सारे बच्चों को प्रॉब्लम हो गई और उनका हार्ट बीट जो है वो इंक्रीज़ हो गए. तो इस वक्त हाँ बहुत ज़्यादा, बात ही मत पूछो. इतने शेल्स पड़ रहे थे कि जैसा ऐसा फील हो रहा था कि इस वक्त वार हो रहा है. अब ठीक है पहले उस टाइम क्या हुआ? उस टाइम बहुत ही हालात ख़राब हो गए थे. हम इसलिए भाग गए थे यहाँ से फैमिली लेके. डरता है? फिर क्या, बच्चे तो बहुत डर गए थे सर, बहुत ज़्यादा डर गए थे. इसलिए हम यहाँ से बच्चे लेके भाग गए. ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ ജീവിതം എന്നതാണ് നമ്മൾ കാണുന്നത്. അവർ പറയുന്നുണ്ട്, സ്ത്രീകളടക്കം അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇവർ ഈ വാഹനത്തിൽ സാധനങ്ങളൊക്കെ ആയി ഇവരെ തിരികെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ കശ്മീർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കണ്ടിട്ടുണ്ടാവും. മുറിയിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനത്തിൽ ഷെല്ലു പതിച്ചു മരിച്ച നർഗീസ് എന്ന് പറയുന്ന 45 വയസ്സുകാരിയായ ഒരു വനിതയുടെ കഥ ആദിൽ പാലോട് തത്സമയമാണ് റിപ്പോർട്ട് ചെയ്തത്. മണിക്കൂറുകൾക്കുള്ളിൽ ആദിൽ പാലോട് അവിടെ എത്തുകയും ബാരാമുള്ളയിലെ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ മാറി. പക്ഷേ ആ സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അവരുടെ പ്രതീക്ഷകൾക്കിടയിലും ഒരു ചെറിയ ആശങ്കയുടെ ഒരു കറുപ്പ് പടർന്നിട്ടുണ്ട്. അത് അതിർത്തിയിൽ താമസിക്കുന്ന മിക്കവാറും മനുഷ്യരുടെയൊക്കെ അവസ്ഥയെ, മിക്കവാറും നമ്മളൊക്കെ ഇവിടെ സാധാരണ വാർത്ത വായിച്ചങ്ങ് വിടാനാണ് പതിവ്. അതിർത്തിയിൽ പാക് പ്രകോപനം, 2 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ വാർത്ത വായിച്ചു വിടുന്ന സമയത്ത് ആ സമയത്തെല്ലാം ഈ അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരെ മറയാക്കിക്കൊണ്ടാണ് ഭീകരർ നമ്മുടെ സൈന്യത്തിനെതിരെ നിറയൊഴിക്കുന്നത്. അപ്പോൾ ആ ഏറ്റുമുട്ടലിൽ അവിടെയുള്ള മനുഷ്യരുടെ സമാധാനം എന്നുള്ളത് എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത നമ്മൾക്കാവട്ടെ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അല്ലെങ്കിലും ബെന്യാമൻ പറഞ്ഞത് ശരിയാ. നമുക്ക്